ഈ എമ്പുരാൻ എഫക്റ്റ് എന്ന് പറയണത് പെട്ടെന്നൊന്നും കെട്ടടങ്ങില്ല. ഓരോ ദിവസം കൂടുന്തോറും പല പല വഴികളിൽ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കാല്ലേ. ഇപ്പോൾ ഇതാ അടുത്ത എമ്പുരാൻ വിവാദം സോഷ്യൽ മീഡിയയിൽ അങ്ങ് കറങ്ങി നടക്കുന്നുണ്ട്. ഹിരൺദാസ് മുരളി എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് അങ്ങോട്ട് പിടികിട്ടിയെന്ന് വരില്ല. ബേഡൻ എന്ന് പറഞ്ഞാലോ മനസ്സിലാവൂലേ. വോയിസ് ഓഫ് വോയിസ്ലെസ് എന്ന റാപ്പിലൂടെ ശ്രദ്ധേയനായ ഒരു തൃശ്ശൂർക്കാരൻ റാപ്പർ. ബേഡന്റെ പല അഭിമുഖങ്ങളും എടുത്തു നോക്കുകയാണെങ്കിൽ കാണാൻ കഴിയുന്ന ഒരു കാര്യം, ആർട്ടിലൂടെ രാഷ്ട്രീയം പറയാനുള്ള ചങ്കൂറ്റം കാണിക്കാറുണ്ട്. എന്റെ ജീവിതം തന്നെയാണ് എന്റെ എഴുതാനുള്ള ശക്തിയെന്ന് ബേഡൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഈ ജാതി വ്യവസ്ഥയെ വിമർശിച്ച ബേഡന്റെ വരികളാണ് യൂത്തിന്റെ ഇടയിൽ ഇത്രയും ആരാധന സൃഷ്ടിച്ചത്. ഇപ്പോഴിതാ ഒരു സ്റ്റേജ് പരിപാടിയിൽ ഫാൻസിനോട് എമ്പുരാനെ കുറിച്ച് പറഞ്ഞ് പിന്നെയും വൈറലായിരിക്കുകയാണ് ഈ ബേഡൻ. പറഞ്ഞതേ ഇത്രയേ ഉള്ളൂ. സിനിമ ചെയ്തതിനൊക്കെ ED റെയ്ഡ് വരുന്ന കാലഘട്ടമാണ്. ആരെക്കുറിച്ചാണ് എന്തൊക്കെയാണ് സംസാരിക്കുന്നതെന്ന് മനസ്സിലാകുന്നുണ്ടാകുമല്ലോ മക്കൾക്ക്. സമാധാനമായി നിങ്ങളുടെ സാമൂഹികാവസ്ഥയിൽ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് ബോധമുള്ള ആളുകളായി ഇരുന്നോളും. കോളേജിൽ പോകുന്ന കുട്ടികളാണ് നിങ്ങൾ. പൊളിറ്റിക്കലി അറിവുള്ള കുട്ടികളായി വളർന്നോളും. കാരണം നിങ്ങൾ മാത്രമേ ഉള്ളൂ ഇനി. കാരണവന്മാരൊക്കെ പൊട്ടത്തരം കാണിച്ചു നടക്കുകയാണ്. ദിവസവും വാർത്തകളെല്ലാം വായിക്കുന്നതല്ലേ, ബോറായിട്ടാണ് കാര്യങ്ങൾ പോകുന്നത്. നിങ്ങളിൽ മാത്രമേ ഹോപ്പുള്ളൂ. ദേ ഇത്രയേ ഉള്ളൂ വേടൻ പറഞ്ഞത്. എന്താലേ അടുത്ത ED റെയ്ഡ് ഇനി വേടന്റെ വീട്ടിലേക്ക് വരുമോ എന്നാണ് ആരാധകരുടെ ഇപ്പോഴത്തെ സംശയം. അല്ല, സംശയത്തിൽ കഴമ്പില്ല എന്ന് പറയാൻ പറ്റില്ല. അടുത്ത റെയ്ഡ് സിനിമയെ പറ്റി പറയുന്നവരുടെ വീട്ടിലേക്കാവോ എന്ന് കണ്ടറിയേണ്ടത് തന്നെയാണ്. അക്കൂട്ടത്തിൽ വേടനുമൊന്ന് കരുതി തന്നെ ഇരിക്കാം.